നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ഈ കഥയുടെ അതായത് കാടപ്പക്ഷികളും വേട്ടക്കാരനും എന്ന കഥയാണ് ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ഇന്നതിൻ്റെ രണ്ടാം ഭാഗം. ഒരൊറ്റ പണവും കിട്ടാതെ കണ്ട്, ഒറ്റ പക്ഷികളെയും കിട്ടാതെ കണ്ട്, വലയും കൂടെ നഷ്ടപ്പെട്ട് ഒരു കാശും കയ്യിലില്ലാതെ കണ്ട് വേടൻ തിരിച്ചു ചെന്നു വീട്ടിലേക്ക്. അവിടെ ചെന്നപ്പോൾ ഭാര്യ ചോദിച്ചു, കാശൊക്കെ എവിടെ? സാധനങ്ങളൊന്നും കാണാനില്ലല്ലോ, വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ, അരിയും സാമാനം എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, കുട്ടികൾക്കുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ഒന്നും മേടിക്കാൻ എൻ്റെ കയ്യിൽ കാശില്ലാന്നല്ലോ. അപ്പോൾ എന്തേ കാശ്? ഒരൊറ്റ പക്ഷികളെ കിട്ടിയില്ല. പക്ഷികളൊക്കെ ഇങ്ങനെ വലയും കൊണ്ട് പറന്നു പോയ കാര്യം വേഗം. അപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ നുണ പറയുക, കിട്ടിയ കാശ് നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമല്ലോ, എന്തെങ്കിലും ദുർവ്യയം ചെയ്തിട്ടുണ്ടാവും. അതാവുന്നു. അല്ല, എൻ്റെ ചക്കരെ, ഞാൻ എന്തിനാ എന്നോട് നുണ പറയണത്? ഞാൻ സത്യമാണ് പറയണത്. ഇന്ന് എല്ലാം കൂടെ പക്ഷികൾക്ക് കാടപ്പക്ഷികളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് വലയും കൊണ്ടങ്ങനെ പറഞ്ഞു. അവർ വലിയൊരു മുള്ളുമുരിക്കിൻ്റെ തുഞ്ചത്ത് വല ഉറപ്പിച്ച് എല്ലാം പറന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. ഇപ്പോൾ അവരുടെ ശക്തി എന്ന് പറയുന്നത് ഐക്യമാണ്. അവരിൽ ഐക്യമുള്ളിടത്തോളം ഞാൻ വലയിട്ടാലും അവർ ഈ വലയും കൊണ്ട് പറന്നു പോവുകയാണ് ചെയ്യുക. എന്നിരുന്നാലും ഞാൻ പോകുന്നതും വലയിടുന്നതും ഒക്കെ ഉണ്ട്. അവർ എത്ര നാളിങ്ങനെ ഈ ഐക്യം നിൽക്കും? നമുക്ക് കുറച്ച് കാത്തിരിക്കാം. ഐക്യം നഷ്ടപ്പെടുന്നൊരു കാലം ഉണ്ടാകും. ആ സമയത്ത് നമുക്ക് തന്നെ വിജയം. നമുക്ക് കാടപ്പക്ഷികളെ കിട്ടും, ധാരാളം കൈനിറയെ പണവും കിട്ടും. അതിനിപ്പോൾ എന്താ വഴി? അവരുടെ ഐക്യം നഷ്ടപ്പെടുത്താൻ എന്തെങ്കിലും കാരണം ഉണ്ടാവും, ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം എന്നും പറഞ്ഞു. അങ്ങനെ ഇരിക്കെ വേട്ടക്കാരൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഐക്യം നഷ്ടപ്പെടുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ പുല്ലിൻ്റെ വിത്തുകളൊക്കെ കൊത്തിപ്പറക്കി താഴ്ത്തിയിരുന്ന് കൊത്തിപ്പറക്കി തിന്നും കാടപ്പക്ഷികൾ. അങ്ങനെ ഒരു ദിക്കിൽ പല പക്ഷികളും വന്നിരുന്ന് തിന്നുകൊണ്ടിരിക്കുമ്പോൾ പറന്ന് വേറെ പക്ഷികൾ വന്നിറങ്ങും, അവയും കൊത്തി തിന്നും. അങ്ങനെയൊക്കെയാണല്ലോ അവരുടെ ജീവിതം കാട്ടിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അക്കൂട്ടത്തിൽ ബോധിസത്വനും ഉണ്ട് കേട്ടോ. ബോധിസത്വൻ അവതാരമായിട്ടുള്ള കാടപ്പക്ഷിയുണ്ട്. എല്ലാം കൂട്ടത്തിൽ നായകനായിട്ട് നിൽക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ പ്രായം ചെന്ന ഒരു കാടപ്പക്ഷി ഇരുന്ന് പുല്ലിൻ്റെ വിത്ത് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരു പക്ഷി പറന്നു വന്ന് അദ്ദേഹത്തിൻ്റെ പുല്ലിൻ്റെ ഇടയിൽ ഇരിക്കുന്നത് കണ്ടില്ല. കാണാതെ കണ്ട് ഈ വന്ന പക്ഷിയുടെ കാല് ഇരിക്കണ കാടപ്പക്ഷിയുടെ അമ്മാവൻ പക്ഷിയുടെ തലയിലൊന്ന് തലയിൽ കൊണ്ട വഴി കാളടഞ്ഞില്ലേ, ആരടാ എന്നെ ചവിട്ടിയത് എന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി. അയ്യോ ഞാനാണ്, അബദ്ധം പറ്റിയത്, ഞാൻ കണ്ടില്ല അമ്മാവനെ, എൻ്റെ അറിയാതെ കൊണ്ട് തലയെ കൊണ്ട് നീ വെറുതെ പറയുക, നീ എന്നെ മനഃപൂർവ്വം ചവിട്ടിയതാ എന്നും പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ വാർത്തർക്കം. അയ്യോ, ഞാൻ മാപ്പ് ചോദിക്കുന്നു, അറിയാതെ പറ്റിയതാ എന്ന് പറഞ്ഞു. വലിയ കാര്യമായി പോയില്ലേ, തെറ്റ് ചെയ്തിട്ട് മാപ്പ് പറയണതാണോ യോഗ്യത എന്നൊക്കെ പറഞ്ഞു. എന്തിനു പറയുന്നു? പക്ഷികൾ രണ്ട് ഭാഗമായിട്ടൊക്കെ തിരിഞ്ഞു. ഒരു കുറേ പേര് അമ്മാവൻ്റെ ഭാഗത്ത്, കുറേ പേര് അവനറിയാതെ കണ്ടല്ലേ തലയിൽ കാലുകൊണ്ട്, വേറെ പരിക്കൊന്നും പറ്റിയില്ലല്ലോ, അമ്മ എൻ്റെ ഒലി ഇറങ്ങുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു ഒരു ഭാഗം. മറ്റേ ഭാഗം പറയണം, ഒന്നും അത് പറ്റില്ല, പ്രായം കൂടി അവനങ്ങ് മനഃപൂർവ്വം ചവിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ ക്ലാസിപ്പിച്ചു. വേടം വന്നു കഴിഞ്ഞപ്പോൾ കുറേ പക്ഷികളൊക്കെ പറന്നു പോയി. കുറേ പക്ഷികൾ രണ്ട് വിഭാഗത്തിൽ ആയി തിരിഞ്ഞതിൽ രണ്ട് വിഭാഗത്തിൽ കുറേ പക്ഷികളൊക്കെ വലയിൽ പെട്ട് കഴിഞ്ഞപ്പോൾ ബോധിസത്വം പറഞ്ഞു കൊടുത്തതനുസരിച്ച് തല പുറകോട്ടിട്ടിട്ട് പ്രായം കൂടിയിട്ടുള്ള ആൾ പറന്നു പോകണം. അവിടെ പറയാം, നീ പൊക്ക്, വല പൊക്ക്, നീ പൊക്ക്, ഞാൻ പൊക്കില്ല, നീ പൊക്ക്. അവർ തമ്മിലും മത്സരമായി. ആരും പൊക്കില്ല. അപ്പോഴേക്കും വല കൊണ്ട് പൊക്കേണ്ട നേരത്ത് പൊക്കാതെ കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? വേട്ടക്കാരൻ ചരട് വലിച്ചു വല ചുരുക്കി വന്നു. വലയിൽ പെട്ടവരെയൊക്കെ കൊണ്ട് അസലായി ചുരുട്ടി കെട്ടി സഞ്ചിക്കകത്തിട്ട് ചന്തയിലേക്ക് കൊണ്ടുപോയി ആ പക്ഷികളെ മുഴുവനും അങ്ങോട്ട് വിറ്റു. വേട്ടക്കാരനൊന്ന് നല്ലോണം കാശ് കിട്ടി കൈ നിറയെ പണവുമായിട്ട് വീട്ടിലേക്ക് കയറി ചെന്ന വേട്ടക്കാരനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചിരിച്ചൊരു ചിരിയുണ്ട്. എന്തൊരു ചിരിയാ, എന്തൊരു സന്തോഷമാണ് ആ കുടുംബത്തിൽ.
ഗൃഹനാഥ പൈസ കൊണ്ട് വരുമല്ലോ. പക്ഷേ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല കാര്യമായിരുന്നു. പക്ഷേ ഐകമത്യമില്ലാതെ വന്നതുകൊണ്ടാണ് രണ്ടാമത്തെ വല എറിഞ്ഞ് കാടപ്പക്ഷികൾ കുടുങ്ങിപ്പോയത്. അത് ഐക്യമില്ലാത്തിടത്ത്, ഇതില്ലാത്ത സമയം. ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം എന്താണ്? ഐക്യത്തോട് കൂടിയിട്ട് ജീവിക്കുകയാണെങ്കിൽ, ഐക്യം നഷ്ടപ്പെട്ടാൽ